ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു കിഡിലൻ ഷേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ഷാർജ ഷേക്ക് ഒന്നുമല്ല ഇതിൻ്റെ അടുത്ത്, കാരണം അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണ്. ഇതിൽ ഞാനൊരു സീക്രട്ട് ചേരുവ ചേർത്തിട്ടുണ്ട്. അതെന്താന്നുള്ളത് നമുക്ക് കാണാം. അത് ചേർത്തുകൊണ്ടാണ് കേട്ടോ ഇത് കൂടുതൽ ടേസ്റ്റി ആവുന്നത്. അപ്പം അതേപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് എനിക്ക് വന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് കാണിക്കുന്നുണ്ട്. ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ എനിക്ക് ഗിഫ്റ്റ് വന്നിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും അവസാനം വരെ കാണുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇതാണ് നമ്മൾ ഇതിൽ ചേർക്കുന്ന സീക്രട്ട് ചേരുവ. കോഫി പൗഡർ ആണ് കേട്ടോ. അപ്പൊ ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഇളക്കി ഒന്ന് വെക്കാം. നല്ല കോഫി പൗഡർ തന്നെ എടുക്കാൻ നോക്കുക. ബ്രൂ, നെസ്കഫെ അങ്ങനത്തെ ഏതെങ്കിലും പൗഡർ തന്നെ എടുക്കാൻ നോക്കുക. അപ്പൊ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരും. അത് അവിടെ മാറ്റി വെക്കുക. പിന്നെ ഞാൻ ഇതിലെടുക്കുന്നത് ഇത്രയും വലുപ്പമുള്ള നേന്ത്രപ്പഴമാണ്. അത് 1.5 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ടാണ്. ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ആണെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം. പിന്നെ നല്ല പഴുത്തത് തന്നെ എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു കറ ചൊവയുണ്ടാവും പഴത്തിന്റെ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നല്ല പഴുത്തത് തന്നെ എടുക്കാൻ നോക്കുക. അപ്പൊ ഞാനിത് 1.5 പഴം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഒരു വലിയ 1.5 പഴം എടുക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് 1/2 ലിറ്റർ പാല് വരെ ചേർത്ത് കൊടുക്കാം. പാല് ഞാൻ കട്ടയാക്കിയിട്ടാണ് ചേർക്കുന്നത്. നല്ല കട്ടയാക്കി ചേർക്കുവാണെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ പെട്ടെന്ന് അടിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു 1/2 കപ്പ് പാല് ഒന്ന് തണുപ്പിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ആ കോഫിയുടെ ആ ഒരു മിക്സും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കോഫീൻ്റെ മിക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബൂസ്റ്റോ ഹോർലിക്സോ ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പൊ കോഫി ചേർക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫ്ലേവർ ആണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വലിയ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അപ്പം മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി, പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് ഐസ്ക്രീം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വാനിലയോ ചോക്ലേറ്റ് ഫ്ലേവറോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം അതൊന്നും ചേർക്കാതെ തന്നെ നല്ല കിഡിലനാണ്. അപ്പം നമ്മുടെ ഷേക്ക് ഇവിടെ റെഡിയായി. സിമ്പിൾ ആയിട്ടുള്ള ഷേക്ക് അല്ലേ, ഈ ചൂടിന് പറ്റിയ ഒന്നാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് എന്താന്ന് കാണാം. ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത്. ഹിജാബ് ട്രഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്നതാണ്. അവരുടെ ഹിജാബാണ്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. കുറച്ച് ദിവസമായി വന്നിട്ട്, അപ്പൊ ഞാൻ ഇടാൻ കുറച്ച് ലേറ്റ് ആയതാണ്. അപ്പൊ അതേ 3 എണ്ണമാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ഹിജാബാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടമാവും. കൂടുതലായിട്ട് നമുക്ക് കാഷ്വൽ ആയിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. ഒരെണ്ണം നമുക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് ക്യാരറ്റ് കളറാണ് കേട്ടോ. ഇതിൽ കാണുന്ന, ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നമുക്ക് കാഷ്വൽ ആയിട്ട് എപ്പോഴും ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ ഇതാണ് ഒരെണ്ണം എന്ന് പറയുന്നത്. ഫുൾ പ്ലെയിൻ ആയിട്ട് സൈഡിൽ മാത്രം കുറച്ച് സ്റ്റോൺസ് പോലെ വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമായത്. കാരണം ഇട്ട് കഴിഞ്ഞാൽ നല്ല പോലെ തലയിൽ നിൽക്കും. നമുക്ക് അടിയിൽ സ്കാർഫ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ളതാണ്. മെറ്റീരിയലിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഒരു ക്യാരറ്റിന്റെ കളറാണ്. ഇനിയുള്ള 2 എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടാൻ കുറച്ചും കൂടെ സുഖം. അടിയിലൊരു സ്കാർഫ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ചുറ്റി എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അല്ലാതെ അത്ര ഇതായിട്ടൊക്കെ തലയിൽ നിൽക്കൂല. പക്ഷെ നല്ല മെറ്റീരിയൽ ആണ്, സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം. ഇതാണെങ്കിൽ കുറച്ചും കൂടെ ഒരു പാർട്ടി വെയർ പോലത്തെയാണ്. നമുക്ക് പുറത്ത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്നതാണ്. കുറച്ച് ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട്. കാഷ്വൽ ആയിട്ട് നമുക്ക് ഇടാം. അതുപോലെ തന്നെ ഒരു ഒരു വലിയുന്ന ഒരു തുണിയാണ് കേട്ടോ, വലിഞ്ഞിരിക്കുന്ന ഒരു തുണിയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പൊ ഇത് 3 എനിക്ക് വന്നിട്ടുള്ള ഗിഫ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഹിജാബ് ട്രഷർ എന്നാണ്. അപ്പൊ ഇൻസ്റ്റ ഉള്ളവർ ഒന്ന് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് തൊട്ടടുത്ത ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.